താൻ പുറത്തുവരുമെന്ന അന്വേഷണ ഉദ്യോഗസ്ഥരെ വെല്ലുവിളിച്ച് ബലാത്സംഗ കേസിൽ അറസ്റ്റിലായ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA എല്ലാ തെളിവുകളും എന്റെ കയ്യിലുണ്ട്, സ്വതന്ത്രനായി നിന്നാലും ഞാൻ ജയിക്കുമെന്നും രാഹുൽ അന്വേഷണ ഉദ്യോഗസ്ഥരെ വെല്ലുവിളിച്ചു. ഈ വാർത്തയുടെ വിവരങ്ങൾ ഇപ്പോൾ ഏറ്റവും പുതിയ വാർത്തയാണിത്. അരുൺകുമാറാണ് നൽകുന്നത്. പാലക്കാട് നിന്ന് കസ്റ്റഡി എടുക്കുന്നത് മുതൽ എന്ത് കേസിനാണ് എന്നെ കസ്റ്റഡി എടുക്കുന്നതെന്ന് രാഹുൽ ചോദിക്കുന്നുണ്ടായിരുന്നു. പിന്നീട് വന്ന് ചോദ്യം ചെയ്തതിനു ശേഷം കേസുകൾ മനസ്സിലായപ്പോൾ രാഹുൽ പൊതുവെ ഉള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. കാരണം ഇത്തരത്തിലുള്ള സൗഹൃദങ്ങളുണ്ട്, എനിക്ക് ബന്ധങ്ങളുണ്ട്, ഇതിന്റെ ഉഭയസമ്മത പ്രകാരമാണ്. അത് നാളെ ഒരു ഘട്ടത്തിൽ തിരിച്ചടിയാകുമെന്നൊക്കെ എനിക്കറിയാം. അതുകൊണ്ട് തന്നെ എങ്ങനെയൊക്കെയാണ് നാളെ ഒരു ഘട്ടത്തിൽ ഇത് പ്രതിരോധിക്കുക എന്ന കാര്യം എനിക്ക് അറിയാവുന്നത് കൊണ്ട് പല തെളിവുകളും എന്റെ കൈവശമുണ്ട്. അതെല്ലാം ഞാൻ കോടതിയിൽ കൊടുക്കും, നാളെ ഞാൻ പുറത്തിറങ്ങും, അതിൽ സംശയമില്ല എന്ന് തരത്തിലുള്ള വിളിയായിരുന്നു. മാത്രമല്ല, എന്നെ ജനങ്ങൾക്ക് വിശ്വാസമാണ്, സ്വതന്ത്രനായി നിന്നാൽ പോലും താൻ വിജയിക്കും തുടങ്ങിയ തരത്തിലായിരുന്നു പലതരത്തിൽ പോലീസ് ഉദ്യോഗസ്ഥരോട് തട്ടിക്കേറിയുള്ള രാഹുൽ മാങ്കൂട്ടത്തിന്റെ വെല്ലുവിളി എന്ന് പറയുന്നത്. അതായത് കൃത്യമായി ഏതെങ്കിലും തരത്തിലുള്ള ഒരു ക്രിമിനൽ കുറ്റം ചെയ്യുകയാണെങ്കിൽ അത് മറികടക്കാനുള്ള തെളിവുകൾ, അതായത് അത് നാളെ ഒരു സംഭവം അത് തിരിച്ചറിയാവുകയാണെങ്കിൽ, അതായത് നാളെ ഒരു പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ അത് ആ പരാതിക്കാർക്കെതിരെ തന്നെ ഉപയോഗിക്കാൻ തരത്തിലുള്ള കൃത്യമായ തെളിവുകൾ ഫ്രെയിം ചെയ്ത് വെച്ചുകൊണ്ട് തന്നെ ഈ പറയുന്ന കുറ്റകൃത്യം നടത്തുന്ന ഒരു വ്യക്തിയായിട്ട് വേണം ഈ മൊഴിയിൽ നിന്നും മനസ്സിലാക്കാൻ. അപ്പോൾ അത്തരത്തിലാണ് രാഹുൽ പറയുന്നത്. കാരണം ഇത്തരം സൗഹൃദങ്ങൾ ഉണ്ടായിരുന്നു, അവരെല്ലാം എന്റെ സുഹൃത്തുക്കളായിരുന്നു. ഏതെങ്കിലും തരത്തിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ ഉഭയസമ്മത പ്രകാരമാണ്, അത് തെളിയിക്കാനുള്ള തെളിവുകൾ എന്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് ഒരു ബന്ധമുണ്ടായി എന്ന് വിചാരിച്ചാൽ നാളെ ഏതെങ്കിലും പരാതിയായിട്ട് വന്നാൽ അത് നാളെ എനിക്ക് തിരിച്ചടിയാവുമെന്നുള്ള കാര്യം എനിക്ക് തന്നെ ബോധ്യമുണ്ട്. അതുകൊണ്ട് എങ്ങനെയാണ് ആ ബന്ധം, എന്താണ് സംഭവിച്ചത് എന്നെ സംബന്ധിച്ച്, കാരണം ഈ പുറത്തു പോകുന്ന രാഹുൽ കോടതിയിൽ സമർപ്പിച്ച 2 കേസിലും സമർപ്പിച്ചിട്ടുള്ള ഓഡിയോ റെക്കോർഡിങ്ങും ചാറ്റും ഒക്കെ നമുക്കറിയാവുന്നതാണ്. അവർക്ക് എങ്ങനെയാണ് പരാതിക്കാർക്കെതിരെ അത് ഉപയോഗിച്ചതെന്ന് സംബന്ധിച്ച് അതാണ് രാഹുൽ വ്യക്തമാക്കിയത്.